രാവിലെ ക്രിസ്മസ് ദിനത്തിൽ രാവിലെ 5:55 3 ദിവസം പ്രായമുള്ള പെൺകുഞ്ഞിനെ ലഭിച്ചത്. ഈ വർഷം തിരുവനന്തപുരത്ത് ലഭിക്കുന്ന 22ാമത്തെ കുട്ടിയാണ്. കഴിഞ്ഞ 21 പേരുകളും 21 പേരിൽ എനിക്കൊന്ന് 2 പേര് മന്ത്രി ഇട്ടു. ബാക്കി എല്ലാ പേരുകളും ഞാൻ തന്നെയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് പേരിടാവോ? തീർച്ചയായും പേരിടാം. അപ്പൊ ഈ ക്രിസ്മസ് ദിനമെന്ന് അർത്ഥം വരുന്ന ഒരു വാക്കുണ്ട്, നതാലിയ. തീർച്ചയായും ആ പേര് കൂടി പരിഗണിക്കും. സമിതിയിൽ നിന്ന് എനിക്ക് സർപ്രൈസ്. ശിശുക്കളുണ്ട്, ഇനി ഒരു കുട്ടിയെ വളർത്താൻ. എന്താണെന്ന് മനസ്സിലായില്ല. അരുൺ ഗോപി നമുക്കൊന്ന് വിളിക്കാം. അപ്പോ പുള്ളിക്കാരൻ നേരത്തെ വന്നിരിക്കുകയാണ്. അപ്പോ എന്താണ് സർപ്രൈസ്? ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപി നമ്മൾ ആദ്യമായിട്ട് കാണുവാണ്. നമ്മൾ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്, പല വിഷയങ്ങളും വിമർശിക്കാനാണ് അധികം. ഡിസംബർ 25 അമ്മത്തൊട്ടില് കുഞ്ഞിനെ കിട്ടിയപ്പോ കഴിഞ്ഞ ദിവസവും ആലപ്പുഴ അമ്മത്തൊട്ടിൽ 1 ദിവസം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട്. വെളുപ്പിന് 12:30 ആലപ്പുഴ അമ്മത്തൊട്ടിലാണ് കിട്ടുന്നത്. 2025 ആദ്യ അതിഥിയാണ്. പെൺകുഞ്ഞാണ്. ആ കുട്ടിക്ക് നിധാലിയ എന്ന പേരാണ് നൽകിയിട്ടുള്ളത്. ആരോ ഒരാള് സജസ്റ്റ് ചെയ്തിരുന്ന പേരാണല്ലോ. ആരാണെന്ന് അറിയോ സുജയ? അറിയാം. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് 25-ാം തീയതി ആണല്ലോ പൊതുജനങ്ങളോട് ഈ പേര് നിർദ്ദേശിക്കാൻ സൂചിപ്പിച്ചത്. അന്ന് ദിവസം വന്ന പേരുകളിൽ നിന്ന് നറുക്കിട്ടാണ് അന്ന് ഒരു പേര് നൽകിയത്. അന്ന് കിട്ടിയ മികച്ച പേരുകൾ സൂക്ഷിച്ചു വയ്ക്കുകയും അടുത്ത അമ്മത്തൊട്ടിൽ കിട്ടുന്ന പെൺകുട്ടികൾക്ക് ഇടുമെന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിതാലിയ എന്ന പേര് കൊടുത്തത്. ആ സന്തോഷം കൂടി രേഖപ്പെടുത്തി. താങ്ക് യു സോ മച്ച്. അപ്പോൾ എൻ്റെ 3ാമത്തെ പെൺകുഞ്ഞായിട്ട് അത് മാറുവാണ്. അതെ. അതിന്റെ അർത്ഥം എന്താ? അല്ല, 2 കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ട്. അടുത്ത ഒരു കുഞ്ഞിന് പേരിട്ടു. നതാലിയ ഗിഫ്റ്റാണ്, ക്രിസ്മസ് ഗിഫ്റ്റാണ്. ബോൺ നത്താലെ ക്രിസ്മസ് ദിനത്തിലാണ് നമുക്ക് ആ കുഞ്ഞിനെ കിട്ടിയത്. അപ്പൊ ആ ദിവസവുമായിട്ട് ചേരുന്ന ഒരു പേര് പെട്ടെന്നായിരുന്നു, ലൈവിൽ പെട്ടെന്ന് പറയായിരുന്നു. അതെ, ലൈവിൽ നമ്മുടെ അമ്മത്തൊട്ടിൽ കുട്ടി കിട്ടിയപ്പോൾ ഞാൻ അവിടെ ലൈവ് ഉണ്ടായിരുന്നു. അരുൺ ഗോപി ടെലിയിൽ ചേർന്ന സമയത്താണ് ഇങ്ങനെ പേര്. അപ്പൊ താങ്ക് യു സോ മച്ച്. ഉണ്ട്, നമ്മുടെ ബസ്സിലുണ്ടാവും. നമുക്കപ്പോ ആ ഒരു സന്തോഷം. നതാലിയ എത്തി ആലപ്പുഴയിലെ അമ്മത്തൊട്ടിൽ. ഈ കുഞ്ഞുങ്ങളൊന്നും അനാഥരാകരുത്, അവരെല്ലാം സനാഥരാകണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്.